തെറാപ്പി കുറേയൊക്കെ എഫക്റ്റീവാണെങ്കിൽ തന്നെയും ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഓൾ ഇൻ വൺ ഫിറ്റിംഗ് എവറിത്തിങ് എന്നൊരു സൊല്യൂഷൻ ആവുകയില്ല. പക്ഷെ അത് ഇറ്റ് ടു മച്ച്. ജീവിതത്തിൽ അങ്ങനെ ഒരു ഓൾ ഇൻ വൺ സൊല്യൂഷൻ കിട്ടുമായിരുന്നെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതായേനെ, ഇത് ഈസി ആയേനെ. സോ അങ്ങനെ ഒരു സൊല്യൂഷൻ ആവാൻ സാധിക്കില്ല, പൂർണ്ണമായിട്ട് മനസ്സിൽ പഠിക്കാൻ സാധിക്കില്ല. പക്ഷേ എന്താ പറയുക, കുറേ കാര്യങ്ങളൊക്കെ വിധം ഈ ആധുനിക ജീവിതത്തിനനുസരിച്ച് ജീവിക്കാം. ഈ പുതിയ ലോകത്തെന്ന് പറഞ്ഞാൽ ഫുള്ള് തട്ടിപ്പ് വെട്ടിപ്പോയിട്ട് നടക്കുന്ന അവരുടെ ഇടയിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പല രീതിയിലും കുറേ സോഫ്റ്റ് സ്കിൽസ് പഠിച്ചെടുക്കുന്നത്. അപ്പം അതിനൊക്കെ തെറാപ്പി ഉപകരിക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. സോ അതുകൊണ്ട് തന്നെയാണ് തെറാപ്പി പ്രൊമോട്ട് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അത് മാക്സിമം പറഞ്ഞ പോലെ ഇനി അടുത്ത് കിട്ടുമ്പോൾ അതിന് ബട്ട് ലൈക്ക് 1 month ഗ്യാപ്പൊക്കെ ഇടയിൽ വരുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ലൈക്ക് അതാണ് ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു വേണ്ടത് തന്നെ. ഫോർ എക്സാമ്പിൾ അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ എപ്പോഴാണ് ആവശ്യമെന്ന് പറയാൻ വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഒരു വഴികളിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, തളച്ചു അങ്ങനെയൊക്കെ വർക്കൗട്ട് ആയിക്കോളും. അതാണ് വഴി. തെറാപ്പി എപ്പോഴും ഒരാളുടെ കൂടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ പറ്റുകയില്ല. അങ്ങനെ സ്വന്തമായിരിക്കും പറ്റില്ല, ഒന്നിനും പറ്റില്ല എന്നാണല്ലോ സങ്കല്പം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ചില ടെക്നിക്സൊക്കെ ഫോളോ ചെയ്യാം. മാക്സിമം സയൻസിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ആധുനികതയുടെയും എല്ലാം കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ റിക്കവറി പ്ലാനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഒന്നിനും തിരസ്കരിക്കാതെ എന്തായാലും തന്നെ നല്ലതെടുക്കുക, ചീത്ത കളയുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. മറ്റേ ഗ്രൂപ്പ്സ് ഓഫ് സ്പിരിച്വാലിറ്റി ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് കമ്പനി. ബിക്കോസ് അറ്റ്ലീസ്റ്റ് ആരും സ്മോക്ക് ചെയ്യാത്ത ആളുകളുടെ ഒരു കമ്പനിയാണ്. അതുകൊണ്ട് ഒരു 4 വാതിലുണ്ട്. ബാക്കിയൊക്കെ അതിൻ്റെ നെഗറ്റീവ്സ് ആയിക്കോട്ടെ. സോ ഈവൻ ഇപ്പോൾ മറ്റേ 12 സ്റ്റെപ്സ് 6 അതൊക്കെ സ്വിച്ച് ചെയ്യാത്തൊരു കമ്പനി. സോ അതിനതിൻ്റേതായ ഒരു നന്മയുണ്ട്. സോ ഒന്നിനും പൂർണ്ണമായിട്ട് തിരസ്കരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നല്ലതിനെ എടുക്കുക, ചീത്തതിനെ കളയുക എന്നുള്ളതാണ്. അത് വർക്കൗട്ട് ആവുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ തെറാപ്പി എല്ലാം ക്ലീൻ ആക്കുകയില്ലെങ്കിൽ തന്നെ കുറേയൊക്കെ എന്താ പറയുക, നമുക്കിതാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻ്റേണൽ കമ്മ്യൂണിക്കേഷൻ വർദ്ധിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും